കോട്ടയത്തേക്കാണ് പോകുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാഹന പര്യടനത്തിനൊപ്പം ടോബി ജോൺസൺ ഉണ്ട്. ടോബി 2011, 16, 21, 26 അങ്ങനെ 4ാം തവണയും തിരുവഞ്ചൂരോട് മത്സരിക്കാൻ പോവുകയാണ്. കൈവെള്ളയിൽ എന്ന പോലെ മണ്ഡലം അറിയുന്ന ആളാണ്. കഴിഞ്ഞ തവണത്തെ അതേ എതിർ സ്ഥാനാർത്ഥിയാണ്. എന്താണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം? ആവേശത്തിലാണോ? തീർച്ചയായിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും UDF ക്യാമ്പും ആവേശത്തിൽ തന്നെയാണ്. 100% ആത്മവിശ്വാസത്തിലാണ്. വികസനത്തിന്റെ പേരിൽ വലിയ ചർച്ച നടക്കുന്ന ഒരു മണ്ഡലമാണ്. വികസനം ഒന്നും നടന്നില്ലെന്ന് LDF പറയുമ്പോഴും LDF സർക്കാരാണ് ഇതിന് കാരണമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പറയുന്നത്. എന്നാൽ നമുക്ക് തിരുവഞ്ചൂരിനോട് തന്നെ ചോദിക്കാം. സാറേ, എങ്ങനെയാണ് ഈ വാഹന പ്രചരണത്തിലേക്ക് കടങ്ങുമ്പോൾ ഒരു ആത്മവിശ്വാസം? എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങളോടൊപ്പമുള്ള UDF നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ജനങ്ങൾക്കും പരിപൂർണ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഈ വികസനത്തിന്റെ കാര്യത്തിലാണല്ലോ, പ്രത്യേകിച്ച് ആകാശപാതയൊക്കെ കാണിച്ചുകൊണ്ടാണ് ചർച്ച പുരോഗമിക്കുന്നത്. അതിനൊക്കെയുള്ള മറുപടി എന്താണ്? വികസനത്തെ നമുക്ക് കോട്ടയത്തെ വികസനത്തെ രണ്ടായി തിരിക്കാം. ഒന്ന്, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ വികസനം. 2, അതിനുശേഷമുണ്ടായ അവഗണന. ആ രണ്ടാമത്തെ അവഗണനയുടെ ഉത്തരവാദിത്തം ഈ ഗവൺമെന്റിന് തന്നെയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ വികസനങ്ങൾ വിസ്മയകരമായ അന്തരീക്ഷമാണ് കോട്ടയത്തുണ്ടാക്കിയത്. അതിനെയെല്ലാം തച്ചുടച്ച് തകർത്ത് അങ്ങനെ ഒരു നിലപാടാണ് പിന്നീട് വന്ന ഗവൺമെന്റ് എടുത്തത്. അതിൻ്റെ വിഷമം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വികസനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് കൂടുതൽ മോഹമുണ്ടാകാൻ കാരണം. വികസനം തകർത്തു, അതിനുവേണ്ടിയുള്ള ചരട് വലിച്ചു. അതാണ് ഞങ്ങളുടെ വിഷമം. മറ്റ് സ്ഥലങ്ങളിൽ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കോട്ടയത്ത് ചില ഡീലുണ്ടെന്നാണ് LDFന്റെ ആരോപണം. അത് പല തെരഞ്ഞെടുപ്പുകളിലും മുൻപുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ആരോപണം. അവർക്ക് ഡീലൊക്കെ അവർക്ക് പറ്റിയ പണിയാണ്, നമുക്ക് ഡീലല്ല. ഞങ്ങൾ വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ്. എന്തെങ്കിലും ഉണ്ടായി ഞങ്ങൾ പറയും, ഇല്ല ഞങ്ങൾ അത് പറയത്തുമില്ല. ഞങ്ങൾ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് കള്ളക്കളിയില്ല, കാപട്യമില്ല. ആ കാപട്യത്തിന് അതീതമായ ഞങ്ങൾ നിൽക്കുന്നത്. അവരെന്തെങ്കിലും പറഞ്ഞു പോകും, രക്ഷപ്പെടാൻ വേണ്ടി ഡീലോ അതിനേക്കാളപ്പുറത്തോ ഹീലോ എന്തെങ്കിലും പറയും. ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല. എതിർ സ്ഥാനാർത്ഥികൾ 2 പേർ അനിൽകുമാറുമാരാണ്. അത് ശ്രദ്ധിച്ചിരുന്നു? അതൊക്കെ ശ്രദ്ധിച്ച് ബാലറ്റ് പേപ്പറിനകത്ത് പേര് വരാൻ പോകില്ല. നാമനിർദ്ദേശ പത്രിക അവർ കൊടുത്തില്ല. ഇന്ന് സൂക്ഷ്മ പരിശോധന നടന്നില്ലേ? എന്തായാലും 16 ദിവസമേ ഉള്ളൂ. അതിവേഗത്തിൽ ബഹുദൂരം എല്ലായിടത്തും എത്തണം. അതിന്റെ തിരക്കിൽ തന്നെയാണ് തിരുവഞ്ചൂരും ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.